പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേരളത്തിലെ തണ്ണീർത്തടങ്ങളിലും വയലുകളിലും തോടുകളുടെ വശങ്ങളിലും സ്ഥിരമായി കാണാറുള്ള ഒരു സുന്ദരം പക്ഷിയാണ് കുളക്കോഴി. കറുപ്പും വെളുപ്പും കലർന്ന ശരീരവും എപ്പോഴും പൊന്തിച്ചു പിടിക്കുന്ന ചെറിയ വാലും അതിനടിയിലെ ചുവപ്പു കലർന്ന തവിട്ടു നിറവും ഇവയെ എളുപ്പം തിരിച്ചറിയാൻ സഹായിക്കുന്നു. കുളക്കോഴികൾ സാധാരണയായി അതീവ ജാഗ്രതയുള്ളവരും ഒളിച്ചു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. എങ്കിലും മനുഷ്യരുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ഇവയ്ക്ക് കഴിയും. കൈതക്കാടുകൾ, കുളങ്ങൾ, തോടുകൾ, നെൽവയലുകൾ, ചതുപ്പുനിലങ്ങൾ എന്നിവയോട് ചേർന്നുള്ള കാടുകളിലാണ് ഇവ താമസിക്കുന്നത്. ചെളിയിലും വെള്ളത്തിലും നടന്ന് ചെറിയ പ്രാണികൾ, പുഴുക്കൾ, ഒച്ചുകൾ, ചെറുമീനുകൾ, പുല്ലിൻ്റെ വിത്തുകൾ, ജലസസ്യങ്ങളുടെ വേരുകൾ എന്നിവയാണ് ഇവ പ്രധാനമായും ആഹാരമാക്കുന്നത്. കേരളത്തിൽ കാലവർഷത്തോടൊപ്പമാണ്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവയുടെ പ്രധാന പ്രജനന കാലം ആരംഭിക്കുന്നത്. മഴ പെയ്തു തുടങ്ങുന്നതോടെ ഇവ കൂടുതൽ സജീവമാവുകയും വലിയ ശബ്ദത്തിൽ കരയാൻ തുടങ്ങുകയും ചെയ്യും. വെള്ളത്തിനടുത്തുള്ള ഇടതൂർന്ന പുൽക്കാടുകളിലോ കൈതച്ചെടികൾക്കിടയിലോ താഴ്ന്ന മരക്കൊമ്പുകളിലോ ആണ് ഇവ കൂടുണ്ടാക്കുന്നത്. ഉണങ്ങിയ പുല്ലുകളും ഇലകളും ചില്ലകളും ഉപയോഗിച്ചാണ് കൂട് നിർമ്മിക്കുന്നത്. സാധാരണയായി ഒരു തവണ 4 മുതൽ 7 വരെ മുട്ടകൾ ഇവ ഇടാറുണ്ട്. മുട്ടകൾക്ക് മങ്ങിയ വെള്ളയോ ക്രീം നിറമോ ആയിരിക്കും. അതിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളികളും കാണാം. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുപോലെ മാറി മാറി മുട്ടകൾക്ക് അടയിരിക്കാറുണ്ട്. ഏകദേശം 20 മുതൽ 24 ദിവസം വരെയാണ് വിരിയാനെടുക്കുന്ന സമയം. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾ കറുത്ത രോമക്കുപ്പായമിട്ട പന്തുകൾ പോലെയായിരിക്കും. വിരിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇവയ്ക്ക് വെള്ളത്തിൽ നീന്താനും മാതാപിതാക്കളുടെ കൂടെ നടക്കാനും കഴിയും. ശത്രുക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കുളക്കോഴികൾ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശത്രുക്കളുടെ സാന്നിധ്യം അറിഞ്ഞാലുടൻ അമ്മ പക്ഷി ഒരു പ്രത്യേക ശബ്ദത്തിൽ മുന്നറിയിപ്പ് നൽകും. ഇത് കേൾക്കേണ്ട താമസം കറുത്ത നിറമുള്ള കുഞ്ഞുങ്ങൾ ചെളിയിലോ കരിയിലകൾക്കിടയിലോ പുൽക്കാടുകളിലോ അനങ്ങാതെ ഒളിച്ചിരിക്കും. അവയുടെ കറുത്ത നിറം കാരണം ശത്രുക്കൾക്ക് അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.